ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ യഥാർത്ഥ ഭരണത്തലവൻ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി ആരാണെന്നുള്ളത്. രണ്ട് മുന്നണികളെ ഇവിടെ അധികാരത്തിൽ വരൂ എന്ന് പറയുന്നുണ്ടെങ്കിലും BJP മൂന്നാം മുന്നണിയായിട്ട് തൊട്ടുപുറകെയുണ്ട്. പക്ഷേ BJP അധികാരത്തിൽ വരുന്നതിനെ പറ്റി ആരും അത്രയധികം സംസാരിക്കുന്നില്ല. രണ്ട് മുന്നണികൾ അധികാരത്തിൽ വരുമ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ മുഖ്യമന്ത്രിയായി അവരിപ്പോഴും പറയുന്നത് 2 ടേം നമ്മെ നയിച്ച ക്യാപ്റ്റൻ എന്ന് ഓമനപ്പേരുള്ള സഖാവ് പിണറായി വിജയനെയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു നിര മുഖ്യമന്ത്രിമാരുണ്ടെന്നാണ് വാർത്തകളിൽ നിറയുന്നത്. സാർ, എന്താണ് ഇതിൻ്റെ വാസ്തവം? വാസ്തവം ഇപ്പോൾ മഹിമ പറഞ്ഞതൊക്കെ തന്നെയാണ്. അതായത് 3 മുന്നണികളിലൂടെ കേരളത്തിൽ മത്സരിക്കാനുണ്ട്. അതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലിരിക്കും, ഭരണം പിടിക്കുമെന്ന് ആരും അവകാശപ്പെടുന്നില്ല. അവരും അവകാശപ്പെടുന്നില്ല. അവർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ട് മുൻവർഷത്തിനേക്കാൾ കുറവായിരുന്നു. പക്ഷേ അസംബ്ലി ഇലക്ഷന് വേറൊരു ഫോർമാറ്റാണ്. അപ്പോൾ ആ ഫോർമാറ്റിൽ വരുമ്പോൾ എങ്ങനെ വരുമെന്ന് പറയാനാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 3ാം ടേമിലേക്ക് ക്യാപ്റ്റൻ 3 ലോഡിങ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമ്മൾ സാധാരണ ഈ പുതിയ കാലഘട്ടത്തിനുണ്ടല്ലോ ലോഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും വേറൊരു സംശയം ഉണ്ടാവില്ല. 82 വയസ്സോ മറ്റോ പിണറായി സഖാവിനുണ്ടെങ്കിലും അദ്ദേഹം ഇലക്ഷനെ നയിച്ച് ജയിച്ചാൽ അദ്ദേഹം തന്നെ ആയിരിക്കും കുറച്ചു കാലത്തേക്കെങ്കിലും. പിന്നീട് അദ്ദേഹത്തിന് കൂടി സ്വീകാര്യമായ ഒരു ഫോർമുലയിൽ എന്തെങ്കിലും തരത്തിലെ മാറ്റങ്ങൾ വന്നേക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു തർക്ക വിഷയമല്ല അവിടെ. പിന്നെ 3ാമത്തെ വിഷയമാണ് കോൺഗ്രസ്സിലാണ് ഇപ്പോൾ ഈ ആളുകൾ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരുപോലെ വളർന്ന അല്ലെങ്കിൽ ഒരുപോലെയുള്ള 3 പേർ ഇങ്ങനെ നിൽക്കുന്നല്ലോ, അപ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് ഇവരുടെ ചോദ്യം. അപ്പോൾ അതിൽ 3 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. 4ാമതൊരു പേരുണ്ട്. 4ാമത്തെ പേരായിരുന്നു ആദ്യം കേട്ടുകൊണ്ടിരുന്നത്, അതായത് ശശി തരൂർ. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവണമെന്നും അദ്ദേഹം വന്നെങ്കിലേ കേരളം പിടിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ചർച്ച നേരത്തെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് പുള്ളി ഈ NSSൻ്റെ യോഗത്തിൽ പ്രസംഗിക്കാൻ പോയതും ഒക്കെ ആയിട്ട്. പക്ഷേ പിന്നെ ഇടയ്ക്കാലത്ത് വെച്ച് പുള്ളി പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമോ എന്നുള്ളൊരവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എത്തി. അതിനുശേഷം ഇപ്പോൾ പുള്ളി പാർട്ടിയിലുണ്ട് എന്നുള്ള ഒരു ലൈനിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു ഒരാൾ. 2ാമത്തെ ആൾ സ്വാഭാവികമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി 5 വർഷം ഇരിക്കുന്ന VD സതീശൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പരവൂരിൽ തുടർച്ചയായി ജയിക്കുന്ന MLA ആയ ആളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് മന്ത്രിയൊന്നും ആയിട്ടില്ല. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ വളരെ കരുത്തോടെ അദ്ദേഹം കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുകയും ഹൗസിനകത്തും പുറത്തും ഫ്ലോറിലും പുറത്തും വളരെ കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പറയുകയും വളരെ ധൈര്യപൂർവ്വം കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നല്ലൊരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ തിരുവനന്തപുരത്തൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്, പേടിച്ചെന്നങ്ങ് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അതായത് എന്തോ കേസ് വന്നപ്പോൾ പുള്ളി പറഞ്ഞത് അത് വലിയ ബോർഡിൽ അവിടെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ഘടകം. പിന്നെ നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് പിന്നെ അദ്ദേഹത്തിനുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകെ സിസ്റ്റത്തെ ഏകോപിപ്പിക്കാൻ എല്ലാവരുടെയും ഒരു പ്രതിപക്ഷ നേതാവാകാൻ ആ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ ആ തരത്തിൽ കഴിഞ്ഞില്ല എന്ന് പറയുന്നതാണ് ഒരു പരിമിതിയായി പറയപ്പെടുന്നത്. സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യർക്കും പല പരിമിതികളുണ്ടാവും. 3ാമതായുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോൾ കേരളത്തിലെ ഏത് ബൂത്തുകളിൽ പോയാലും ഒരാളിനെ പേരെടുത്ത് വിളിച്ച് പറയാൻ കഴിയുന്ന ബന്ധമുള്ള ഒരാളാണ് രമേശ് ചെന്നിത്തല. എത്രയോ വർഷങ്ങളായി കേൾക്കുന്ന ഒരു പേരാണ്. പണ്ട് മുതലേ മുൻനിരയിലാണ്. നമ്മൾ സാധാരണ ഇപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, ദേശീയ അധ്യക്ഷൻ എന്നൊക്കെ പറയുന്ന പദവികളിൽ മുൻനിരയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് പിന്നെ രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ഈ കാര്യത്തിൽ ഒരു 5 വർഷം അദ്ദേഹം ഭരിച്ചു. പക്ഷേ ആ ഭരിച്ച സന്ദർഭങ്ങളിൽ പിന്നെ കോവിഡും മറ്റുമൊക്കെ വന്നിട്ട് അദ്ദേഹത്തിനൊരു ചാൻസ് കിട്ടിയില്ല. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഇന്ത്യയിൽ മുഖ്യമന്ത്രിമാരായി പല സംസ്ഥാനങ്ങളിലും. മമതാ ബാനർജി അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായിരുന്നു. അജിത് ജോഗി അദ്ദേഹത്തിനേക്കാൾ വളരെ ജൂനിയറായിട്ടുള്ള ആളുകൾ പോലും പല സംസ്ഥാനങ്ങളും ആയപ്പോൾ അദ്ദേഹത്തിന് വിധിയോ ഭാഗ്യമോ കടാക്ഷിച്ചില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിൻ്റെ ഒരു ആഗ്രഹമുള്ള ആളാണെന്നുള്ള നിലയിൽ എല്ലാവരും അദ്ദേഹത്തെ എയിം ചെയ്ത് അദ്ദേഹത്തിനെക്കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ മീഡിയ വണ്ണിൽ നിഷാദ് റാവുത്തർ അദ്ദേഹത്തിനെ കൊണ്ടൊന്ന് പറയിക്കാൻ വേണ്ടി വല്ലാണ്ട് എന്താ പറയുന്നത് ചോദിച്ച് പോയിട്ടും നടന്നില്ല. പുള്ളി ഒന്നും പറയാതെ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. എനിക്കതിൽ വലിയ കൗതുകം തോന്നി. ഞാൻ കുറച്ചു നേരം അത് ശ്രദ്ധിച്ചു. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്നൊന്നറിയാൻ. പക്ഷേ അതിൽ അദ്ദേഹം വളരെ തന്ത്രപരമായി മറുപടി പറഞ്ഞു.
തീർത്തും ചോദിച്ചിട്ടും രമേശ് ചെന്നിത്തല പറഞ്ഞു അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്, ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ശരി അത് പുറത്ത് കൊണ്ടുവരാൻ, അത് പുറത്ത് പറയാമെന്ന് പറഞ്ഞാൽ അത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വയനാട് ക്യാമ്പിൽ വെച്ച് ലക്ഷ്യ എന്ന് പറഞ്ഞ് നടത്തിയ ക്യാമ്പിൽ വെച്ച് അവിടെ ഉണ്ടായൊരു ധാരണയാണ്, ഇങ്ങനെ സീനിയർ നേതാക്കളുണ്ട്, അതുകൊണ്ട് ആളുകൾ മനഃപൂർവ്വം പല സ്റ്റേറ്റ്മെൻറ്റുകളും ചോദിക്കും. അതിൽ കെ.സി. വേണുഗോപാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു, നമ്മളെ തോൽപ്പിക്കാൻ നമുക്കേ പറ്റൂ, നമ്മൾ ജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കുന്ന സാധാരണ പ്രവർത്തകരുണ്ട്, അവരെ തോൽപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അങ്ങനെ പറഞ്ഞിരുന്നു. ഏതായാലും അതിനകത്ത് അദ്ദേഹം കുടുങ്ങിയില്ല. ഇവർ 3 പേരും അങ്ങനെ ഒരു താല്പര്യം പറഞ്ഞില്ല. 4മതായി പിന്നെ വരുന്ന പേരുകളിലൊന്നാണ് കെ.സി. വേണുഗോപാലിൻ്റേത്. കെ.സി. വേണുഗോപാലിനുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, അദ്ദേഹം ഇതിൽ അന്തിമ തീരുമാനമെടുക്കുന്ന ഹൈക്കമാൻഡാണ്. പലപ്പോഴും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ തീരുമാനിക്കുന്നത് ജനപ്രതിനിധികളുടെ മനസ്സറിഞ്ഞ്, പാർട്ടിയുടെ മനസ്സറിഞ്ഞ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസിൽ പലപ്പോഴും അങ്ങനെ മുകളിൽ നിന്ന് ആളുകൾ മുഖ്യമന്ത്രിയാകാൻ വന്നിട്ടുമുണ്ട്. അപ്പം അദ്ദേഹം സ്വാഭാവികമായി ദേശീയ ജനറൽ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹം കൂടുതൽ കേരളത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേരളമാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം KSU പ്രസിഡന്റ് മുതൽ പടിപടിയായി വന്നത്, MP ആയത്, MLA ആയത്, മന്ത്രിയായത്, അങ്ങനെ അടക്കമുള്ള ഇപ്പോൾ KPCC അധ്യക്ഷൻ ഒഴിച്ച്, മുഖ്യമന്ത്രി സ്ഥാനം ഒഴിച്ച് ബാക്കി എല്ലാ പദവികളും KC വേണുഗോപാൽ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് തീരുമാനമുള്ള ഇതിനുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ നിയോഗിക്കപ്പെടാമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹമാണ് 4മത്തെ ആൾ. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായി പാർട്ടിയും സംവിധാനവും ഒക്കെ ഒരു സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ KCക്കുണ്ട്. അദ്ദേഹത്തിനുള്ള നെഗറ്റീവ് ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സംസ്ഥാനത്തേക്ക് അങ്ങനെ പെട്ടെന്ന് മുകളിൽ നിന്ന് വരിക എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഇവിടെ പ്രവർത്തിച്ചവർ നിൽക്കുമ്പോൾ അങ്ങനെ വരിക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇതിലെല്ലാം അന്തിമമായി തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അപ്പം ചുരുക്കത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞൊരു അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ശശി തരൂരിനെ. അതൊഴിച്ചു നിർത്തിയാൽ ഈ 3 പേരിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 പേരിൽ നിന്ന് ഹൈക്കമാൻഡ് അഥവാ രാഹുൽ ഗാന്ധി, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം തീരുമാനിക്കുന്ന ഒരാളായിരിക്കും അധികാരത്തിൽ വരിക. അപ്പോൾ അതിനെ തുടർന്ന് ഭയങ്കര പ്രശ്നങ്ങളോ കലാപങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ, ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് പാർട്ടിയുടെ തീരുമാനവും അവരുടെ വ്യക്തിപരമായ ആഗ്രഹവുമാണ്. അണികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ 10 വർഷം പ്രതിപക്ഷത്ത് നിന്നു, ഇനി ഞങ്ങൾക്ക് ഭരണം കിട്ടണം, പാർട്ടി അധികാരത്തിൽ വരണം എന്ന് പറയുന്നിടത്ത് മാത്രമേ ഈ ഏറ്റവും താഴെത്തട്ടിലുള്ള വോട്ടർക്കും അതിൻ്റെ മുകളിലുള്ള ഇപ്പം മണ്ഡലം പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, DCC പ്രസിഡന്റുമാർ എന്നൊക്കെ വരെയുള്ളവർക്ക് ആഗ്രഹമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ആരെ തീരുമാനിച്ചാലും ഒരു തർക്കവുമില്ലാതെ ഇവിടെ മുഖ്യമന്ത്രിയാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും എന്നതാണ് സ്ഥിതി. അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, അതായത് മുൻ പ്രതിപക്ഷ നേതാവും സീനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തല, 5 വർഷം നല്ല പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, ദേശീയ ജനറൽ സെക്രട്ടറിയും ഈ പറയുന്ന വളരെ കരുത്തുറ്റ സംഘാടകനും ഹൈക്കമാൻഡിനും ദേശീയ നേതൃത്വത്തിനും ഏറ്റവും അടുപ്പവുമുള്ള KC വേണുഗോപാൽ എന്നീ 3 പേരിൽ ഒരാളിനെ തീരുമാനിക്കും എന്നുള്ളതാണ് അതിൻ്റെ അന്തിമ റിസൾട്ട്, പ്രൊവൈഡഡ് കോൺഗ്രസ് അധികാരത്തിലെത്തിയ.